ടെക് വാർത്തകളിലേക്ക്. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതിക്ക് കേന്ദ്ര ക്യാബിനറ്റിന്റെ പച്ചക്കൊടി. ഇതുവഴി കമ്പനികൾക്ക് 22,919 കോടി രൂപയുടെ ഫണ്ടിംഗ് പിന്തുണ ലഭിക്കും. ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് മേഖല വിപുലീകരണ നീക്കത്തിന്റെ ഭാഗമായാണ് പദ്ധതി. ഇതുവഴി 59,350 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കുന്നതിനും 91,600-ലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പരോക്ഷമായ അധിക തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനും സാധിക്കുമെന്നാണ് കരുതുന്നത്. ആഭ്യന്തര ആഗോള നിക്ഷേപങ്ങളെ ആകർഷിക്കുന്ന തരത്തിൽ ഇലക്ട്രോണിക്സ് വിതരണ ശൃംഖല മാറും. അത്യാധുനിക ഘടകങ്ങളുടെ നിർമ്മാണത്തിനായി ശക്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഫണ്ടിംഗ് നടത്തുന്നത്. ആഗോള വിതരണ ശൃംഖലയിൽ രാജ്യത്തിന്റെ മത്സരശേഷി വർദ്ധിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമുകൾ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കും. ആഭ്യന്തരമായി നിർമ്മിക്കുന്ന വസ്തുക്കളുടെ വർദ്ധിച്ചുവരുന്ന വിൽപ്പനയ്ക്ക് ഇത് ഉത്തേജനം നൽകും. സബ് അസംബ്ലി വിഭാഗത്തിന് 5% വരെയും ബെയർ കോമ്പണന്റ്സ് വിഭാഗത്തിന് 10% വരെയും ഇൻസെന്റീവ് നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൊവ്വാഴ്ച മുതൽ രാജ്യത്തെ ബാങ്കുകളുടെ നിയമങ്ങളിൽ സുപ്രധാന മാറ്റങ്ങൾ നിലവിൽ വരും. ATM പിൻവലിക്കലുകൾ, ക്രെഡിറ്റ് കാർഡ് ആനുകൂല്യങ്ങൾ, സേവിങ്സ് അക്കൗണ്ട് നിയമങ്ങൾ, ഡിജിറ്റൽ ബാങ്കിംഗ് സുരക്ഷ എന്നിവയിലാണ് മാറ്റം. പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് സൗജന്യ ATM പിൻവലിക്കലുകളുടെ എണ്ണം കുറയ്ക്കും. പ്രത്യേകിച്ച് മറ്റു ബാങ്കുകളിലെ ATMകളുടെ ഇടപാടുകൾക്ക്. നോൺ ഹോം ബാങ്ക് ATMകളിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് മാസത്തിൽ 3 തവണ മാത്രം സൗജന്യമായി പിൻവലിക്കാം. തുടർന്നുള്ള ഓരോ ഇടപാടിനും 2 രൂപ അധിക ചാർജ് നൽകണം. ബാലൻസ് അന്വേഷണങ്ങൾ, മിനി സ്റ്റേറ്റ്മെന്റുകൾ തുടങ്ങിയ ഇടപാടുകൾക്ക് 1 രൂപ ഈടാക്കും. SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക് എന്നിവ മിനിമം ബാലൻസ് പുതുക്കിയിട്ടുണ്ട്. മിനിമം ബാലൻസ് നിലനിർത്തിയില്ലെങ്കിൽ ബാങ്കുകൾ പിഴ ഈടാക്കിയേക്കാം. ബാങ്കിംഗ് തട്ടിപ്പുകൾ തടയുന്നതിനായി നിരവധി ബാങ്കുകൾ പോസിറ്റീവ് പേ സിസ്റ്റം സ്വീകരിക്കണമെന്ന് RBI നിർബന്ധമാക്കിയിട്ടുണ്ട്. 5,000 രൂപയ്ക്ക് മുകളിലുള്ള ചെക്കുകൾക്ക് ഇനി ഈ രീതിയിലായിരിക്കും ബാങ്കുകൾ പിന്തുടരുക. സേവിങ്സ് അക്കൗണ്ടിലെയും FDയിലെയും പലിശകളിൽ മാറ്റം വരുത്തുന്നുണ്ട്. അതായത് അക്കൗണ്ട് ബാലൻസിനെ ആശ്രയിച്ചിരിക്കും സേവിങ്സ് അക്കൗണ്ട് പലിശ. ഇതുവഴി ഉയർന്ന ബാലൻസുകൾക്ക് മികച്ച നിരക്കുകൾ നേടാം. SBI, IDFC, ഫസ്റ്റ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ കോ-ബ്രാൻഡഡ് വിസ്താര ക്രെഡിറ്റ് കാർഡുകളിൽ മാറ്റം വരുത്തുകയാണ്. ഈ കാർഡുകളുടെ ടിക്കറ്റ് വൗച്ചറുകൾ, പുതുക്കൽ ആനുകൂല്യങ്ങൾ, മൈൽസ്റ്റോൺ റിവാർഡുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഏപ്രിൽ 18 മുതൽ നിർത്തലാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്രെഡിറ്റ് കാർഡുകൾ വഴിയുള്ള ഉപഭോക്തൃ ഇടപാടുകൾ കുറഞ്ഞു. ഫെബ്രുവരിയിൽ ക്രെഡിറ്റ് കാർഡ് ചെലവുകൾ 8 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ. ഫെബ്രുവരിയിൽ ക്രെഡിറ്റ് കാർഡുകൾ വഴിയുള്ള ഉപഭോക്തൃ ഇടപാടുകൾ 8 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 1.67 ലക്ഷം കോടി രൂപയായി കുറഞ്ഞതായി RBI കണക്കുകൾ. ഇത് രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും സ്കൂൾ ബോർഡ് പരീക്ഷകൾ ആരംഭിക്കുന്ന മാസമായതിനാൽ ചെലവിൽ കുറവ് അനുഭവപ്പെട്ടു. പുതിയ ക്രെഡിറ്റ് കാർഡുകൾ നൽകിയതിലും ഗണ്യമായ കുറവുണ്ടായി. ഫെബ്രുവരിയിൽ ഏകദേശം 4,40,000 കാർഡുകളാണ് പുതുതായി അനുവദിച്ചത്. ജനുവരിയിൽ ക്രെഡിറ്റ് കാർഡുകൾ അനുവദിച്ചത് 8,20,000 ആയിരുന്നു. ക്രെഡിറ്റ് കാർഡുകൾ റീറ്റെയിൽ വായ്പയുടെ ഒരു പ്രധാന ഘടകമാണ്. എന്നാൽ അടവുകൾ മുടങ്ങുന്നതും വളർച്ചാ നിരക്ക് കുറയുന്നതും വായ്പാ വിപുലീകരണത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നു. HDFC ബാങ്ക്, SBI, ICICI ബാങ്ക് എന്നിവ ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം ഗണ്യമായി കുറച്ചു. ആക്സിസ് ബാങ്ക്, കൊട്ടക് മഹേന്ദ്ര, RBL ബാങ്ക് എന്നിവയുടെ കാർഡുകൾ അനുവദിച്ചതിലും തുടർച്ചയായ ഇടിവ് അനുഭവപ്പെട്ടു. ഫെബ്രുവരി അവസാനത്തെ RBI ഡേറ്റ കാണിക്കുന്നത് ഏറ്റവും വലിയ ക്രെഡിറ്റ് കാർഡ് വിതരണക്കാരായ HDFC ബാങ്ക് പ്രതിമാസം 1,78,000 കാർഡുകൾ ചേർത്തുവെന്നാണ്. ഇതോടെ മൊത്തം കാർഡുകൾ 2.36 കോടിയായി. SBI ഫെബ്രുവരിയിൽ 1,82,000 കാർഡുകൾ ചേർത്തു. ജനുവരിയിൽ ഇത് 2,40,000 ആയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലക്ട്രോണിക്സ് മേഖലയിൽ 1000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ ഡിക്സൺ ടെക്നോളജീസും മൈക്രോമാക്സും. പുതിയ പദ്ധതികൾക്കായി പങ്കാളികളെ തേടുകയാണ് ഇരു കമ്പനികൾ. സർക്കാർ പ്രഖ്യാപിച്ച 22,919 കോടി രൂപയുടെ ഘടക നിർമ്മാണ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നതിനാണ് നിക്ഷേപം നടത്താൻ കമ്പനികൾ തയ്യാറെടുക്കുന്നത്. ഇന്ത്യയിലെ മുൻനിര ഇലക്ട്രോണിക്സ് കരാർ നിർമ്മാതാക്കളായ ഡിക്സൺ ടെക്നോളജീസ്, മൈക്രോമാക്സ്, ഒപ്റ്റിമസ്ട്രോ ഇലക്ട്രോണിക്സ് എന്നിവ ഏകദേശം 1000 കോടി രൂപ വീതം നിക്ഷേപിക്കും. മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഉൾപ്പെടെ ഫിനിഷ്ഡ് ഇലക്ട്രോണിക്സിലെ 50% വരുന്ന ഘടകങ്ങളുടെ നിർമ്മാണത്തിന് കമ്പനി കൂടുതൽ ശ്രദ്ധ നൽകും. ഇന്ത്യയിൽ ശക്തമായ വിതരണ ശൃംഖല വികസിപ്പിക്കുന്നതിനും നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതിക്ക് വെള്ളിയാഴ്ചയാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. വിറ്റുവരവും മൂലധന ചെലവും അടിസ്ഥാനമാക്കി ഈ പദ്ധതി വഴി പ്രോത്സാഹനങ്ങൾ നൽകും. ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര മൂല്യവർദ്ധനവ് 30 മുതൽ 35% വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ നീക്കം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
രാജ്യത്തെ ഡിജിറ്റൽ പേയ്മെന്റുകൾ കുതിച്ചുയരുന്നു. 2024 UPI ഇടപാടുകൾ 16.73 ബില്യൺ ആയി വളർച്ച നേടിയതായി കണക്കുകൾ. കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ നടപ്പിലാക്കിയതോടെയാണ് രാജ്യത്ത് ഡിജിറ്റൽ പേയ്മെന്റുകൾ വലിയ മുന്നേറ്റം നടത്തിയത്. 2020നും 2024നും ഇടയിൽ UPI ഇടപാടുകളുടെ വളർച്ചയിൽ ഗണ്യമായ മാറ്റമാണ് പ്രകടമായത്. 2020 ഡിസംബറിലെ 2.23 ബില്യൺ ഇടപാടുകളിൽ നിന്ന് 2024 ഡിസംബറിൽ ഇത് 16.73 ബില്യണായി ഉയർന്നു. 651% വളർച്ചയാണ് കൈവരിച്ചത്. എന്നാൽ ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചിട്ടും പണത്തിന്റെ ഉപയോഗം എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തി. ഡിജിറ്റൽ പേയ്മെന്റുകളുടെ കടന്നുകയറ്റം പണവിനിമയത്തെ കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ വാങ്ങൽ ശേഷി വർദ്ധിച്ചത് പേയ്മെന്റുകൾ ഉയരാൻ കാരണമായി. കോവിഡിന് ശേഷം ഡിജിറ്റൽ പേയ്മെന്റ് ഉൽപ്പന്നങ്ങളുടെ ശ്രേണിയും വർദ്ധിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് ക്ലിയറിംഗ് സേവനം അഥവാ ECS, നെഫ്റ്റ്, RTGS, IMPS, NACH തുടങ്ങിയവ ഉൾപ്പെടുന്ന പുതിയ രീതികൾ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് എത്തിയതും കൂടുതൽ വ്യാപകമായതും അടുത്തിടെയാണ്. UPIക്ക് ബദലായുള്ള പേയ്മെന്റ് സംവിധാനങ്ങളാണ് ഇവയെങ്കിലും UPIയെ മറികടക്കാൻ ഈ സംവിധാനങ്ങൾക്കായില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.